ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് ഇഗ്നോ ഫോക്കസ്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇഗ്നോ ടേമിന്റെ എക്സാമിനേഷൻസിന്റെ ഒരു സീസണിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇഗ്നോ ഫോക്കസിലൂടെ നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ BEVAE 181 കോഴ്സ് കോഡിലെ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസും നമ്മൾ നടത്തി. എന്നാൽ എല്ലാത്തിലും കാണുന്നത് പോലെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു വീഡിയോയിൽ മിസ്സിംഗ് ആയിരുന്നു. എന്നാൽ ഈ ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിനെ മുൻനിർത്തിക്കൊണ്ട് ആ 50 ചോദ്യങ്ങൾ വരാൻ അധികം സാധ്യത കാണുന്ന 50 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയ രീതിയിലാണ് നമ്മൾ ഈ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് റിസർച്ചിലൂടെ തയ്യാറാക്കിയിട്ടുള്ളത്. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് ആൻഡ് ഇറ്റ്സ് ആൻസേഴ്സ്. അപ്പൊ നമ്മൾ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കുന്നതിന് മുൻപായിട്ട് എക്സാമിന്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കണം. 2 മണിക്കൂറാണ് പരീക്ഷ ഉണ്ടാവുക. 50 ചോദ്യങ്ങൾ, എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ് തരുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലേക്ക് കടന്നല്ല. Question number 1. What is the primary source of energy for most ecosystems? ഒട്ടുമിക്ക എക്കോസിസ്റ്റത്തിന്റെയും പ്രൈമറി എനർജി സോഴ്സ് എന്താണ്? വാട്ടർ, സൺലൈറ്റ്, സോയിൽ ന്യൂട്രിയൻസ്, ഡീകമ്പോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് അത് സൺലൈറ്റ് തന്നെയാണ്. സൺലൈറ്റിലൂടെയാണ് ചെടികൾ അല്ലെങ്കിൽ മറ്റ് ചെടികൾ പോലുള്ള മറ്റൊരുപാട് ജീവജാലങ്ങൾ ഫോട്ടോസിന്തസിസ് വഴി അവരുടെ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്, ജീവൻ നിലനിർത്തുന്നത്. അവയെ അവയെ ഭക്ഷിക്കുന്ന മറ്റു ജന്തുക്കളായിട്ടുള്ള നമ്മളടക്കം നമ്മളിലേക്ക് വരെ ആ ഒരു ട്രോഫിക് ലെവൽ കടന്നു പോകുന്നു. സോ സൺലൈറ്റ് ആണ് ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് ഫാക്ടർ സിഗ്നിഫിക്കന്റ്ലി കോൺട്രിബ്യൂട്ട് ടു അർബൻ സ്പ്രോൾ? അതായത് എന്ത് കാരണം കൊണ്ടാണ് ഈ അർബൻ റീജിയൻസിലേക്ക് കൂടുതൽ പോപ്പുലേഷൻ നടക്കുന്നതെന്നാണ് ചോദ്യം. റൂറൽ അർബൻ മൈഗ്രേഷൻ, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ഈ സിറ്റികളിലേക്ക് കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ കാരണം അത് പല കാരണങ്ങൾ കൊണ്ടാവാം. അതാണ് ഏറ്റവും വലുതെന്നാണ് പറയുന്നത്. ബി പറയുന്നത് ഡിക്രീസ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, കൃഷിയിലുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ കൃഷിയിൽ ഉണ്ടാകുന്ന ലാഭങ്ങളും മറ്റും കുറയുന്നത്, സ്ഥലങ്ങൾ കുറയുന്നത്. ഇൻക്രീസ് ഇൻ ഇൻഡസ്ട്രിയലൈസേഷൻ, പിന്നെ വരുന്നത് പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെ എക്സ്പാൻഷൻ, അതായത് കാട് പോലുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് അവിടെ ജീവിക്കാൻ സാധിക്കാതെ വരികയും സിറ്റികളിലേക്ക് മാറുകയും ചെയ്യുന്നതാണ്. ഇതിന് ശരിക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് റൂറൽ അർബൻ മൈഗ്രേഷൻ ആണ്. അതിന്റെ കാരണം എന്തും ആവാം. ഓക്കെ, അതായത് ഇപ്പോൾ സ്ഥലമില്ലാത്തതാവാം, അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ ഒരു മികവില്ലാത്തതാവാം, അല്ലെങ്കിൽ ബെറ്റർ ഒരു സാമ്പത്തികം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ലൈഫ് സ്റ്റൈൽ മുന്നിൽ കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കാം അർബൻ റീജിയൻസിലേക്ക് കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. 3-ാം ചോദ്യം. കോറൽ റീഫ്സ് ആർ മോസ്റ്റ് കോമൺലി ഫൗണ്ട് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് വാട്ടർ? അതായത് പവിഴപ്പുറ്റുകൾ കൂടുതലും ഏത് തരത്തിലുള്ള ജലാശയത്തിലാണ് കാണുക എന്നാണ്. കോൾഡ് ഡീപ്പ് വാട്ടേഴ്സ്, ആഴമുള്ള തണുത്ത ജലമുള്ള പ്രദേശം. അതുപോലെ തന്നെ കുറച്ച് ചൂടായിട്ടുള്ള ഷാലോ വാട്ടേഴ്സ്, അതായത് അധികം ആഴമില്ലാത്ത കരയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങള്. ഫ്രഷ് വാട്ടർ റിവേഴ്സ്, പുഴകള്. പിന്നെ ബ്രാക്കിഷ് വാട്ടർ സോൺസ് എന്നിങ്ങനെയൊക്കെ പറയുന്നത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ വാം ഷാലോ വാട്ടേഴ്സ് ആണ്. നമുക്കറിയാം പവിഴപ്പുറ്റുകൾ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നതാണ്. അധികം ആഴ്ചയില്ലാത്ത പ്രദേശങ്ങളിലാണ് പവിഴപ്പുറ്റുകൾ കാണുക. വേൾഡിലുള്ള ഏറ്റവും വലിയ എക്കോസിസ്റ്റത്തിൽ ഒന്നുകൂടിയാണ് നമ്മുടെ പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. കമ്പോസ്റ്റിംഗ് ഈസ് എ പ്രോസസ് ദാറ്റ് പ്രൈമർലി ഇൻവോൾവ്സ് ദി ബ്രേക്ക് ഡൗൺ ഓഫ് ഓർഗാനിക് വേസ്റ്റ് ബൈ. അപ്പൊ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഓർഗാനിക് വേസ്റ്റുകൾ ബ്രേക്ക് ഡൗൺ എന്നൊരു പ്രോസസ് ആണ്. അതിന് പ്രൈമർലി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ ഉൾപ്പെടുന്ന കാര്യം എന്താണ്? സൺലൈറ്റ് ആണോ, മൈക്രോ ഓർഗാനിസംസ് ആണോ, കെമിക്കൽ റിയാക്ഷൻ ആണോ, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഷ്രെഡിംഗ് ആണോ? റൈറ്റ് ആൻസർ മൈക്രോ ഓർഗാനിസംസ് ആണ്. മൈക്രോ ഓർഗാനിസംസിന്റെ സഹായത്തോടു കൂടിയാണ് കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുന്നത്. അടുത്ത ചോദ്യം. വിച്ച് ഇന്റർനാഷണൽ എഗ്രിമെന്റ് എയിംസ് അറ്റ് റെഡ്യൂസിംഗ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ? അപ്പൊ ഏതാണ് ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു കാര്യം നടന്നുള്ളതെന്നാണ് ചോദിക്കുന്നത്. ക്യോട്ടോ പ്രോട്ടോകോൾ, പാരീസ് എഗ്രിമെന്റ്, മോൺട്രിയൽ പ്രോട്ടോകോൾ, റാംസാർ കൺവെൻഷൻ എന്നാണ്. അതിൽ പാരീസ് എഗ്രിമെന്റ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം ചിപ്കോ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചിപ്കോ ആന്തോളൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്ത്രീകളായിരുന്നു മുന്നിൽ നിന്ന് നയിച്ചിരുന്നത്. ചാണ്ടി പ്രസാദ് ഭട്ട് പോലുള്ള ഒരുപാട് വളരെ പ്രശസ്തരായിട്ടുള്ള എൻവയോൺമെന്റലിസ്റ്റുകളൊക്കെ ഇതിന്റെ പാർട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഈ ഒരു ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിരുന്നു? വാട്ടർ പൊല്യൂഷനെതിരെയായിരുന്നോ, ഡീഫോറസ്റ്റേഷൻ ആയിരുന്നോ, ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ആയിരുന്നോ, വൈൽഡ് ലൈഫ് വാച്ചിങ് ആയിരുന്നു? റൈറ്റ് ആൻസർ ഡീഫോറസ്റ്റേഷൻ ആണ്. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെതിരെ സ്ത്രീകൾ എല്ലാവരും കൂടി മരത്തിന് ചുറ്റും ഇങ്ങനെ കൈകൾ കോർത്ത് പിടിച്ച് മരത്തെ കെട്ടിപ്പിടിക്കുന്ന പോലെ കവർ ചെയ്തിട്ട് നടത്തിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു, ഒരു നോൺ വയലന്റ് മൂവ്മെന്റ് ആയിരുന്നു ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത്. വിച്ച് പ്രോസസ് ഡിസ്ക്രൈബ് ദി മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം ദി എർത്ത് സർഫേസ് ടു ദി അറ്റ്മോസ്ഫിയർ? അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ജലം സഞ്ചരിക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്നത് ട്രാൻസ്പിറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ, ഇവാപറേഷൻ. നമുക്കറിയാം നീരാവിയായിട്ട് ജലം പോകുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇവാപറേഷൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അടുത്ത ചോദ്യം. വിച്ച് ഈസ് കൺസിഡേർഡ് എ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി? ഇക്കൂട്ടത്തിൽ ഒരു റിന്യൂവബിൾ സോഴ്സ്, അതായത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്ന വീണ്ടും എടുക്കാവുന്ന തരത്തിലുള്ള എനർജി സോഴ്സ് ഏതാണ്? കോൾ, അതായത് കൽക്കരി ഉണ്ട്, പെട്രോളിയം ഉണ്ട്, കാറ്റുണ്ട്, അതുപോലെ നാച്ചുറൽ ഗ്യാസ് ഉണ്ട്. റൈറ്റ് ആൻസർ വിൻഡ് ആണ് അല്ലെ. നമുക്കറിയാം വിൻഡ് എന്ന് പറയുന്നത് നമുക്ക് അൺലിമിറ്റഡ് ആണ്. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാച്ചുറലായി സംഭവിക്കുന്ന കാര്യമാണ് വിൻഡ്. അതിനെ നമുക്ക് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കാം.
സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ബയോ അക്യുമുലേഷൻ റെഫേഴ്സ് ടു ദി ബിൽഡപ്പ് ഓഫ് ടോക്സിൻസ്. അതായത് ബയോ അക്യുമുലേഷൻ എന്ന് പറയുന്നത് ടോക്സിൻസ് പല കാര്യങ്ങളിലേക്കും കടന്നു ചെല്ലുന്നതാണ് അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതാണ്. അതെന്താണ് ആ പല കാര്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കറക്റ്റ് പറയാത്തത് ഉത്തരം ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇൻ ദ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിൽ അടിഞ്ഞുകൂടുന്നതാണോ, ഇൻ എ സിംഗിൾ ഓർഗാനിസം ഓവർ എ ടൈം, ഇത് ഒരുപാട് കാലം കൊണ്ട് അത് ഭക്ഷിക്കുന്നതിലൂടെ മറ്റിലൂടെ ഒരൊറ്റ ജന്തുവിലേക്ക് ഒരുപാട് കാലം കൊണ്ട് അക്യുമുലേറ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ അക്രോസ് ഡിഫറെന്റ് സ്പീഷീസ് ഒരുപാട് ജന്തുക്കളിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഇൻ ദ വാട്ടർ ബോഡീസ് എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ആൻസർ ഒറ്റ ജന്തുവിൽ ഒരുപാട് കാലം കൊണ്ട് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. 10ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ട്രീസ് ദാറ്റ് ഷെഡ് ദെയർ ലീവ്സ് ഡ്യൂറിംഗ് എ സ്പെസിഫിക് സീസൺ. അത് ചില സീസൺസിൽ ഇലകൾ പൊഴിക്കുന്ന സ്വഭാവമുള്ള ട്രീസ് ഉള്ള പ്രദേശം അല്ലെങ്കിൽ ആ ഒരു ഫോറസ്റ്റിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, ഡെസിഡസ് ഫോറസ്റ്റ് ഉണ്ട്, റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, കോണിഫറസ് ഫോറസ്റ്റ് ഉണ്ട്. എവർഗ്രീൻ ഫോറസ്റ്റ് എപ്പോഴും പച്ചപ്പ് നിലനിർത്തുന്ന മരങ്ങളുള്ള പ്രദേശമാണ്. റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് ഇതുപോലെ പച്ചപ്പും നിലനിർത്തും, അതുപോലെ എപ്പോഴും മഴയുടെ ലഭ്യതയുള്ള ഒരു കാട് പ്രദേശമാണ്. കോണിഫറസ് ഫോറസ്റ്റ് നമുക്ക് കുറച്ചും കൂടി ആൾട്ടിറ്റ്യൂഡ് അധികമുള്ള അല്ലെങ്കിൽ കുറച്ച് തണുപ്പുള്ള പ്രദേശങ്ങളിൽ കാണുന്ന ഈ കോൺ രൂപത്തിലുള്ള മരങ്ങൾ, അതായത് ഇലകൾക്ക് പകരം കുറച്ചും കൂടി നീഡിൽ ഷേപ്പിലുള്ള കുറച്ച് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന മരങ്ങളുള്ള പ്രദേശമാണ് കോണിഫറസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ ഡെസിഡസ് ഫോറസ്റ്റ് ആണ്. ഇല പൊഴിക്കുന്ന സ്വഭാവമുള്ള മരങ്ങളുള്ള ഫോറസ്റ്റിനെ ഡെസിഡസ് ഫോറസ്റ്റ് എന്നാണ് വിളിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് വരികയാണെങ്കിൽ, ഇൻ എ ഫുഡ് ചെയിൻ ടെർഷ്യറി കൺസ്യൂമേഴ്സ് ആർ യൂഷ്വലി, അതായത് ഒരു ഫുഡ് ചെയിനിലേക്ക് ടെർഷ്യറി കൺസ്യൂമേഴ്സ്, അതായത് നമുക്കറിയാം ഒരു ട്രോഫിക് ലെവലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, പ്രൈമറി കൺസ്യൂമേഴ്സ് ഉണ്ട്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഉണ്ട്, ടെർഷ്യറി കൺസ്യൂമേഴ്സ് ഉണ്ട്. ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നവരാണ് അവർ. പ്ലാന്റ്സ് ആയിരിക്കുമോ, ഹെർബിവോസ് ആയിരിക്കുമോ, കാർണിവോസ് ആയിരിക്കുമോ, ഡീകമ്പോസേഴ്സ് ആയിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രോഫിക് ലെവലിലേക്ക് വരുമ്പോൾ ഏറ്റവും ഉയരത്തിലുള്ളത് ഡീകമ്പോസേഴ്സ് ആണ്. അവർ ചത്ത ജന്തുക്കളൊക്കെ ഡീകമ്പോസ് ചെയ്യുന്നു. ഏറ്റവും താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, മറ്റുള്ളവർക്ക് ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ അത് പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ പിന്നെ അവയെ ഭക്ഷണമാക്കുന്ന സസ്യാഹാരികൾ അവര് ഹെർബിവോസ് ഉണ്ട്. അവയെ ഭക്ഷണമാക്കുന്ന കാർണിവോസിൽ പെടുന്നതാണ് ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സും ടെർഷ്യറി കൺസ്യൂമേഴ്സും. നമ്മുടെ സിംഹം, പുലി, കടുവയൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. സോ കാർണിവോസ് ആണ് റൈറ്റ് ആൻസർ. ഇവിടെ കണ്ടില്ല, അതിന്റെ റൈറ്റ് ആൻസർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫുഡ് ചെയിനിലേക്ക് വരുമ്പോൾ കാർണിവോസ് ആണ് അത് വരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ കീ കോമ്പണന്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇക്കൂട്ടത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു കീ കോമ്പണന്റ് എന്നാണ് എക്കണോമിക് ഗ്രോത്ത് വിത്തൗട്ട് എൻവയോൺമെന്റൽ കൺസിഡറേഷൻ, അതായത് പ്രകൃതിയെ പരിഗണിക്കാതെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക. അതുപോലെ തന്നെ എന്താണ്, ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ റിസോഴ്സുകളെ കൺസർവ് ചെയ്യുക. ഫോക്കസിങ് സോൾലി ഓൺ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക. റാപ്പിഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മീനിങ് തന്നെ അതാണ്, അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞതാണ് ഭാവിക്ക് കൂടെ വേണ്ടിയിട്ട് നമ്മൾ കരുതി വെക്കുക, ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ദ മെയിൻ കോഴ്സ് ഓഫ് ഗ്രീൻ ഹൗസ് എഫക്ട് ഈസ് ദി ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ്. അപ്പൊ ഗ്രീൻ ഹൗസ് എഫക്റ്റിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ കൂടിക്കിടക്കുന്നതാണോ, കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഉള്ളതാണോ, നൈട്രജൻ മണ്ണിലുള്ളതാണോ, അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിൽ വാട്ടർ വേപ്പർ ഉള്ളതാണോ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഉള്ളത് തന്നെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുന്നത്. കാരണം വളരെ പ്രൈമറി ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഒന്ന് തന്നെയാണ് നമ്മുടെ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഇസ് എ പ്രൈമറി മെത്തേഡ് ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് സോളിഡ് ആയിട്ടുള്ള നമുക്ക് നശിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവും, അതിനെ മാനേജ് ചെയ്യുന്നതിന് ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്താണ്? ഇൻസിനറേഷൻ, കത്തിച്ച് കളയാം. ലാൻഡ് റിക്ലമേഷൻ, അതായത് ഏതെങ്കിലും പ്രദേശത്ത് വലിച്ചെറിയുക അല്ലെങ്കിൽ കുഴിച്ചിടുന്ന പോലുള്ള പരിപാടികൾ. അതുപോലെ ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ നശിപ്പിക്കുക. അതുപോലെ ഓവർ ഫിഷിംഗ് എന്ന് പറയുന്നുണ്ട്. ഒരു ബന്ധമില്ലാത്ത ചില ഓപ്ഷൻസ് വരെ കാണാം. റൈറ്റ് ആൻസർ ഇൻസിനറേഷൻ ആണ്, കത്തിച്ച് കളയുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. കാരണം അത്ര ഒരു വോളിയം ഒരു പ്രദേശം അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് കത്തിച്ച് കളഞ്ഞാൽ, അത് ചാരമാക്കി കളഞ്ഞാൽ നമുക്ക് വേണം മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ആ ഒരു വോളിയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ വരുന്നത്, ദ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ എ റീജിയൻ ഈസ് മോസ്റ്റ് ഡയറക്ട്ലി ലിങ്ക് ടു. അതായത് ഒരു പ്രദേശത്തെ ബയോഡൈവേഴ്സിറ്റി നശിക്കുന്നത് ഡയറക്ട്ലി എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ലിറ്ററസി റേറ്റ് ഇൻക്രീസ് ആവുന്നതാണോ, അല്ലെങ്കിൽ എന്താണ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ് ചെയ്യപ്പെടുന്നതാണോ, അല്ലെങ്കിൽ എന്താണ് ഹാബിറ്ററ്റ് വളരെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഡിസ്ട്രക്ട് ചെയ്യപ്പെടുന്നതാണോ, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സുകൾ ഗ്രോത്ത് ആവുന്നതാണോ? മറ്റു പല അല്ലെ, ഇതില് സി ആണ് റൈറ്റ് ആൻസർ. ബാക്കിയെല്ലാം തന്നെ അധികം ബന്ധമില്ലാത്ത നിൽക്കുന്ന ഓപ്ഷൻസ് ആണ്. നമുക്കറിയാം ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ ഇൻ ഫ്രാഗ്മെന്റേഷൻ തന്നെയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 16ാം ചോദ്യം, വിച്ച് ഇസ് നോട്ട് എ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. ഇക്കൂട്ടത്തിൽ റിന്യൂ ചെയ്യാൻ പറ്റാത്ത സോഴ്സ് ഓഫ് എനർജി ഏതാണ്? സോളാർ എനർജി ഉറപ്പായിട്ടും റിന്യൂവബിൾ സോഴ്സ് ആണ്, അല്ലെ, അൺലിമിറ്റഡ് ആണ്. വിൻഡ് എനർജി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ബയോമാസ് ഉണ്ട്, അതുപോലെ ഫോസിൽ ഫ്യൂൽസ് ഉണ്ട്. ബയോമാസിലേക്ക് വരികയാണെങ്കിലും ആനിമൽ പ്ലാന്റ് ബിലോങ്സ് ഒക്കെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്ത് പുതു തലമുറകൾ വരുന്നുണ്ട്. അപ്പൊ അത് അൺലിമിറ്റഡ് ആയി വരുന്നു. ബട്ട് ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഫോസിൽ ഫ്യൂൽസിൽ നിന്നാണ് നമ്മൾ എന്ത് ഇത്തരത്തിലുള്ള കോൾ, അതുപോലെ പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ എടുക്കുന്നത്. അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു അളവുണ്ട്, അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അടുത്തത്, ഗ്ലോബൽ വാർമിംഗ് പ്രൈമറിലി റിസൾട്ട്സ് ഫ്രം. ഗ്ലോബൽ വാർമിംഗ് പ്രധാനമായിട്ട് എന്താണ്? ഓസോൺ ലെയറിന്റെ വിള്ളലാണോ കാരണം, അല്ലെങ്കിൽ എർത്തിന്റെ
സൂര്യനുമായിട്ടുള്ള ഒരു ദൂരം അടുക്കുന്നതാണോ, അല്ലെങ്കിൽ ട്രാപ്പിംഗ് ഓഫ് ഹീറ്റ് ബൈ എർത്ത് സർഫസ്, എർത്തിന്റെ സർഫസിൽ നിന്ന് തന്നെ ഈ സൂര്യനിൽ നിന്നും വരുന്ന ഹീറ്റിനെ ഈ ട്രാപ്പ് ചെയ്ത് വെക്കുന്നതാണോ, അല്ലെങ്കിൽ വോൾക്കാനിക് ആക്ടിവിറ്റി കൂടുന്നതാണോ? റൈറ്റ് ആൻസർ സി തന്നെയാണ്. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരുപാട് അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് റേസ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ ടാപ്പ് ചെയ്തിട്ട് അന്തരീക്ഷത്തിൽ തന്നെ കീപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു പ്രധാന പ്രശ്നത്തിന് കാരണമാകുന്നത്. അടുത്തത്, ഇ വേസ്റ്റ് ഈസ് എ ടേം യൂസ് ടു ഡിസ്ക്രൈബ് ഡിസ്കാർഡഡ്, അതായത് അനാവശ്യമാക്കപ്പെട്ട എന്തിനാണ് ഇ വേസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്? ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉണ്ട്, ഓർഗാനിക് കിച്ചൺ വേസ്റ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് ബാഗ്സ് ഉണ്ട്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഉണ്ട്. റൈറ്റ് ആൻസർ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആണ്. അപ്പൊ നമ്മൾക്കറിയാം ഇമെയിൽ അല്ലെങ്കിൽ ഈ വെച്ച് നമ്മൾ പറയുന്നതൊക്കെ തന്നെ എന്താണ്? ഇലക്ട്രിക് ആണ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആണ്. സോ ഇലക്ട്രോണിക് ഡിവൈസസിന്റെ വേസ്റ്റുകൾ, അതായത് ഫോൺ ആവാൻ, ടി വി ആവാൻ, കമ്പ്യൂട്ടറിന്റെ ഒക്കെ വേസ്റ്റുകളാണ് നമ്മൾ ഈ വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. 19ാം ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എഫക്ട് ഓഫ് വാട്ടർ പൊല്യൂഷൻ? ഈ കൂട്ടത്തില് വാട്ടർ പൊല്യൂഷന്റെ ഒരു എഫക്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. എയർ പ്യൂരിറ്റി കൂടുകയാണോ, സോയിൽ ഫെർട്ടിലിറ്റി കൂടുകയാണോ, അല്ലെങ്കിൽ അക്വാറ്റിക് എക്കോസിസ്റ്റം നശിക്കുന്നതാണോ, അല്ലെങ്കിൽ ഗ്ലോബൽ കണക്ടിവിറ്റി കൂടുന്നതാണോ? റൈറ്റ് ആൻസർ അക്വാറ്റിക് എക്കോസിസ്റ്റം നശിക്കുന്നത് തന്നെയാണ്. 20ാം ചോദ്യം, ഡീഫോറസ്റ്റേഷൻ ക്യാൻ ലെഡ് ടു, അതായത് വനനശീകരണം എന്തിന് കാരണമാവുന്നു? എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അബ്സർവേഷൻ കൂടാൻ കാരണമാവുന്നു, സോയിൽ ഇറോഷൻ കുറയാൻ കാരണമാവുന്നു, ഹാബിറ്ററ്റ് ഓഫ് സോ മെനി സ്പീഷീസ് കുറഞ്ഞു പോകുന്നു, ഗ്ലോബൽ ടെമ്പറേച്ചർ കുറയുന്നു. റൈറ്റ് ആൻസർ ഒരുപാട് ജന്തുക്കളുടെ ഈ ഹാബിറ്ററ്റ് നഷ്ടമാവുക എന്നുള്ളത് തന്നെയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 21, വിച്ച് പ്രോസസ് ഈസ് പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ ദി ഫോർമേഷൻ ഓഫ് ആസിഡ് റെയിൻ? ഇതിലെ ആസിഡ് റെയിന് ഫോം ചെയ്യാനുള്ള പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോസിന്തസിസ് ആണോ, നൈട്രജൻ ഫിക്സേഷൻ ആണോ, അല്ലെങ്കിൽ എമിഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ് ആണോ, അല്ലെങ്കിൽ ഓഷ്യൻ ആസിഡിഫിക്കേഷൻ ആണോ? റൈറ്റ് ആൻസർ സൾഫർ ഡയോക്സൈഡ് അതുപോലെ നൈട്രജൻ ഓക്സൈഡ്സിന്റെ എമിഷൻ ആണ്. അവ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്നും അത് മേഘങ്ങളായി രൂപപ്പെടുകയും പിന്നെ എന്താണ്? ആസിഡ് റെയിൻ ആയിട്ട് പെയ്യുകയും ചെയ്യും. നമ്മുടെ താജ്മഹലിന്റെ ഒരു അവസ്ഥ കാണുന്നില്ല, നിറം മങ്ങുന്നതിന്റെ കാരണം പ്രധാനമായിട്ടും ഈ ആസിഡ് റെയിൻ ആണ്. അടുത്തത്, ദ ടേം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് റെഫേഴ്സ് ടു ഏരിയാസ് വിത്ത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് വേരിയസ് ഹ്യൂമൻ കൾച്ചേഴ്സ്. അതായത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹ്യൂമൻ കൾച്ചറുള്ള ഒരു പ്രദേശമാണോ, അല്ലെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള സ്പീഷീസ് ഒരുമിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രദേശമാണോ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ കൂടിയ അർബൻ റീജിയൻ ആണോ, അല്ലെങ്കിൽ ഓഷ്യാനിക് സോൺസ് റിച്ച് ഇൻ മിനറൽ റിസോഴ്സസ് എന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ എന്താണ്? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. നമുക്കറിയാം ലോകത്ത് 36ഓളം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്, ഇന്ത്യയിൽ 4 എണ്ണം ഉണ്ട്. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള യുണീക്ക് സ്പീഷീസ് ഉള്ള ഈ വെല്ലുവിളികൾ നേരിടുന്ന, അതായത് ജീവന് ഭീഷണി നേരിടുന്ന ഒരുപാട് ജന്തുക്കൾ ജീവിക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ ഹോട്ട്സ്പോട്ടായി തിരിക്കാറുള്ളത്. 23ലേക്ക് വരുമ്പോൾ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഓവർ പോപ്പുലേഷൻ? 23ാം ചോദ്യം, ഓവർ പോപ്പുലേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ എഫക്ട് എന്താണ്? കാർബൺ ഫുട് പ്രിന്റ് റിഡ്യൂസ് ആവുകയാണ്, അതായത് കാർബൺ എമിഷൻ, വാഹനങ്ങളിൽ നിന്നും മറ്റുള്ള എമിഷൻ കുറയുകയാണോ, അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിന്റെ ഡിമാൻഡ് കുറയുകയാണോ, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് സ്ട്രെയിൻ ഓൺ റിസോഴ്സസ് ആൻഡ് ദി എൻവയോൺമെന്റ്, പിന്നുള്ളത് ലോവർ ലെവൽസ് ഓഫ് പൊല്യൂഷൻ എന്നിങ്ങനെയുള്ള ഒരുപാട് പോയിന്റ്സ് ആണ് പറയുന്നത്. അതിൽ ഇൻക്രീസ്ഡ് സ്ട്രെയിൻ ഓൺ റിസോഴ്സസ് ആൻഡ് ദി എൻവയോൺമെന്റ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ കാണാം ഹയർ ഡിമാൻഡ്സ് ഓഫ് ഫുഡ്, വാട്ടർ ആൻഡ് സ്പേസ് തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ഒരു ഡിമാൻഡ് തന്നെയാണ് ഈ റിസോഴ്സസ് എൻവയോൺമെന്റിന്റെ ഒരു കൂടുതൽ നമ്മൾ അതിനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൂടുതൽ അതിനെ നമ്മൾ നശിപ്പിച്ചു കൊണ്ടുപോവുക, നമ്മൾ ആവശ്യത്തിലധികം ഉപയോഗിക്കപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അടുത്തത് അഗ്രോ ഫോറസ്റ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അതെന്താണ്? അഗ്രോ ഫോറസ്റ്റി കൊണ്ട് എന്താണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്? ഫോറസ്റ്റിലുള്ള ജന്തുക്കളെ കുറിച്ചുള്ള പഠനമാണോ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ അതുപോലെ തന്നെ ഫോറസ്ട്രി പ്രാക്ടീസസ്, കാടുമായി ബന്ധപ്പെട്ട പ്രാക്ടീസസിന്റെ ഒരു ഇന്റഗ്രേഷൻ കൂടിച്ചേരലാണോ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ലോഗിംഗ് ഓഫ് ഫോറസ്റ്റ്, അതായത് കാട് കൂടുതൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി കൂടുതൽ വെട്ടി നശിപ്പിക്കുന്നതാണോ? അതുപോലെ ലാസ്റ്റ് ഓപ്ഷൻ നോക്കുക, ദ പ്രിസർവേഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്സ് വിത്തൗട്ട് ട്രീ പ്ലാന്റേഷൻ, അതായത് അഗ്രികൾച്ചർ ലാൻഡിനെ പ്രിസർവ് ചെയ്യുന്നുണ്ട് എന്നാൽ അവിടെ ട്രീ പ്ലാന്റേഷൻ നടക്കുന്നില്ല, അതാണോ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി പ്രാക്ടീസസ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ വരുന്നു, വിച്ച് ഓഫ് ദീസ് ഈസ് ആൻ എഫക്റ്റീവ് സ്ട്രാറ്റജി ഫോർ വാട്ടർ കൺസർവേഷൻ? ഇതിൽ ജലം നമുക്ക് ശേഖരിച്ച് വെക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണ്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ അമിതമായിട്ട് ഉപയോഗിക്കുകയാണോ, അല്ലെങ്കിൽ മഴവെള്ളത്തെ സംഭരിക്കുകയാണോ, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് റിലയൻസ് ഓൺ ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ, കൂടുതൽ നമ്മൾ ഭൂമിക്കടിയിൽ നിന്നും ജലം ശേഖരിക്കുകയാണോ, അല്ലെങ്കിൽ കൂടുതൽ ഡാമുകൾ സൃഷ്ടിക്കുകയാണോ? ഇതിലാകെ ഒരു നല്ല ഉത്തരം എന്ന് പറയുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. ഒന്നിനും ദോഷമില്ല, എൻവയോൺമെന്റിനെ നമ്മൾ നശിപ്പിക്കുന്നില്ല, നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആയിട്ട് ജലം കിട്ടുന്ന ഒരു സോഴ്സ് പോലെയാണ് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിനെ കാണേണ്ടത്. സോ ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. 26ാം ചോദ്യത്തിലേക്ക് വരികയാണ്. ദ ടേം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വാസ് പോപ്പുലറൈസ്ഡ് ഇൻ വിച്ച് റിപ്പോർട്ട്? ഏത് റിപ്പോർട്ടിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ടേം ആദ്യമായിട്ട് വന്നതും അതിനെ പോപ്പുലറൈസ് ചെയ്തതും അതിന്റെ ഡെഫിനിഷൻ കൊടുത്തതും? ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട് ഉണ്ട്, ക്യോട്ടോ പ്രോട്ടോകോൾ, പാരീസ് അഗ്രിമെന്റ്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ടാണ്. ഗ്രോ ഹർലം ബ്രണ്ട്ലാൻഡ് ആയിരുന്നു ഇതിന്റെ അന്ന് ഈ പ്രോട്ടോകോളിന്റെ ഒരു പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. അവർ കോമൺ ഫ്യൂച്ചർ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്.
ഓസോൺ ഡിപ്ലീഷൻ ഈസ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ്ലി കോസ്റ്റ് ബൈ, അതായത് ഓസോൺ പാളിക്ക് വിള്ളൽ വെക്കുന്നതിന്റെ പ്രധാന കാരണമാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ ആണോ, അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണോ, അല്ലെങ്കിൽ മീഥേൻ എമിഷൻസ്, അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡ് എമിഷൻ എന്നാണ് ചോദ്യം. നമുക്കറിയാം ക്ലോറോ ഫ്ലൂറോ കാർബൺസ് തന്നെയാണ് റെഫ്രിജറേറ്റേഴ്സിലും എയറോസോൾ സ്പ്രേസിലൊക്കെ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള കെമിക്കൽസിന്റെ ഉപയോഗം. പിന്നെന്താണ്, അത് അന്തരീക്ഷത്തിന് മുകളിലേക്ക് പോകുന്നു, അത് ഓസോൺ പാളിക്ക് വിള്ളൽ വെക്കുന്നതിനുള്ള പ്രൈമറി കാരണമായിട്ട് മാറും. 28ാം ചോദ്യം നോക്കാം. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻക്ലൂഡ് ഓൾ ഓഫ് ദി ഫോളോയിങ് എക്സെപ്റ്റ്. അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ ലിസ്റ്റ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ 3 ശരിയാണ്, ഒരു ഓപ്ഷൻ തെറ്റാണ്. ആ തെറ്റായത് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഓക്സിജൻ ആണോ? മീഥേൻ ഉറപ്പായിട്ടുമാണ്. നൈട്രസ് ഓക്സൈഡ് ഉറപ്പായിട്ടുമാണ്. സോ ഓക്സിജൻ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്സിജൻ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ വരുന്നു എ സിഗ്നിഫിക്കന്റ് കോസ് ഓഫ് മറൈൻ പൊല്യൂഷൻ ഇസ്, അതായത് മറൈൻ പൊല്യൂഷന്റെ ഒരു എന്താണ് പ്രധാനപ്പെട്ട കോസ് അല്ലെങ്കിൽ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അഫോറസ്റ്റേഷൻ, മരങ്ങൾ കൂടുതൽ നട്ടുപിടിപ്പിക്കുന്നതാണോ, ഓർഗാനിക് ആയിട്ടുള്ള ഫാമിംഗ് ആണോ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സൂവേജ് ഡിസ്ചാർജ് ഇൻ ടു ഓഷ്യൻസ്, അതായത് പലതരത്തിലുള്ള നമ്മുടെ വേസ്റ്റുകൾ, ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ മറ്റൊക്കെ തന്നെ കടലിലേക്ക് ഒഴുക്കി കളയുന്നതാണോ, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ്. പലതരത്തിലുള്ള വേസ്റ്റുകൾ കടലിലേക്ക് ഒഴിച്ചു കളയുന്നത് തന്നെയാണ് കടലിനെ നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നത്, ജന്തുക്കളുടെ നിലനിൽപ്പിന് നാശം സൃഷ്ടിക്കുന്നത്. 30ാം ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ റിന്യൂവബിൾ എനർജി സോഴ്സ്. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ചോദ്യം പോലെ തന്നെയാണ് നോട്ട് എ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്നാണ് ചോദിക്കുന്നത്. സോളാർ എനർജി ഒരു റിന്യൂവബിൾ സോഴ്സ് ആണ്. ബയോമാസ് ഉറപ്പായിട്ടും. കോൾ എനർജി, കൽക്കരിയാണ് നമ്മുടെ റൈറ്റ് ആൻസർ. കാരണം വിൻഡ് എനർജി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. കൽക്കരി നമ്മൾ പറഞ്ഞു എന്താണ്, അത് അൺലിമിറ്റഡ് അല്ല, ലിമിറ്റഡ് ആയിട്ടുള്ള ചില പ്രദേശങ്ങളിൽ ലഭിക്കുള്ളൂ, ലിമിറ്റഡ് ആണ്. അതിന്റെ ഉപയോഗത്തിനനുസരിച്ച് അത് ഭൂമിയിൽ നിന്നും തീർന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതൊരു നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. 31ാമത്തെ ചോദ്യം. വിച്ച് ഫാക്ടർ ഈസ് ക്രൂഷ്യൽ ഫോർ ദി ഫോർമേഷൻ ഓഫ് സോയിൽ, അതായത് മണ്ണ് ഉണ്ടാവാൻ വേണ്ടി, മണ്ണിന്റെ ഒരു എന്താണ് ജനനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കർമ്മം എന്താണ്? ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ നശിപ്പിക്കുന്നതാണോ, അല്ലെങ്കിൽ വെതറിംഗ് ഓഫ് റോക്സ്, അതായത് പാറകൾ പൊടിയുന്നതാണോ, അർബനൈസേഷൻ ഉണ്ട്, ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗമുണ്ട്. റൈറ്റ് ആൻസർ പാറകൾ പൊടിഞ്ഞ് തന്നെയാണ് മണ്ണുകൾ ഉണ്ടാവുന്നത്, മണലുകളാവുന്നു, മണ്ണുകളാവുന്നു. ചെറിയ കല്ലുകളായിട്ട് ആദ്യം മാറും, പിന്നെ അത് മണ്ണാവുന്നു, മണലാവുന്നു. മഴ പെയ്യുമ്പോൾ അത് പല ഭാഗത്തേക്ക് ഒഴുകി പോകുന്നു, പിന്നെ ഭാവിയിൽ അത് നല്ല വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 32ാം ചോദ്യത്തിലേക്ക് വരുമ്പോൾ ദ പ്രൈമറി പർപ്പസ് ഓഫ് ദി റാംസാർ കൺവെൻഷൻ ഈസ് ടു. റാംസാർ കൺവെൻഷന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. റിഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ആണോ, പ്രൊട്ടക്ട് വെറ്റ്ലാൻഡ് ഹാബിറ്ററ്റ്സ്, ഓക്കെ. പിന്നെ വരുന്ന പ്രൊമോട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, അതുപോലെ കൺസർവ് മറൈൻ ലൈഫ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം തണ്ണീർത്തടങ്ങളുടെ കൺസർവേഷൻ തന്നെയാണ് ഈ നമ്മുടെ റാംസാർ കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലും ഉണ്ട് റാംസാർ പോയിന്റുകൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. 33ാമത്തെ ചോദ്യം. ഗ്ലോബൽ വാർമിംഗിന്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. സീ ലെവൽ കുറയുകയാണോ ഗ്ലോബൽ വാർമിംഗിലൂടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പോളാർ ഐസ് ക്യാപ്സ് കുറയുകയാണോ, അല്ലെങ്കിൽ എന്താണ് മോർ ഫ്രീക്വന്റ് ആൻഡ് സിവിയർ വെതർ ഇവന്റ്സ് നടക്കുകയാണ്, അതായത് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരുപാട് എന്താണ് കാലാവസ്ഥ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. പലതരത്തിൽ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മോശപ്പെട്ട സംഗതികൾ ഉണ്ടാവുകയാണ്. അതിലെന്താണ് വരൾച്ചകൾ ഉണ്ടാവാം, അതുപോലെ മഞ്ഞ് കൂടുതൽ ഉരുകി ഈ ഓഷ്യൻസിലുള്ള ജലത്തിന്റെ നിരപ്പ് വളരെ ഉയരുന്നു, അതായത് പ്രളയത്തിന് വരെ അത് കാരണമാകുന്നുണ്ട്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. വെജിറ്റബിൾ പീൽസ് ഉണ്ട്, നോൺ ബയോഡിഗ്രേഡബിൾ, അതായത് മണ്ണിൽ അലിഞ്ഞു ചേരാത്ത അല്ലെങ്കിൽ എന്താണ് ഡീകമ്പോസിഷൻ ഒന്നും നടക്കാത്ത തരത്തിലുള്ള വേസ്റ്റുകളാണ് ചോദിക്കുന്നത്. വെജിറ്റബിൾ പീൽസ് ഉറപ്പായിട്ടുമാണ്. പേപ്പർ ഉറപ്പായിട്ടില്ല, മരത്തിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, ഒരു ചെടി ഉപയോഗിച്ചിട്ടാണ് പേപ്പർ ഉണ്ടാക്കുന്നത്, ഉറപ്പാണ്. പ്ലാസ്റ്റിക് ആണ്, ഒരു പെട്രോളിയം പ്രോഡക്റ്റ് ആണ് പ്ലാസ്റ്റിക്. പിന്നെ ഗാർഡൻ വേസ്റ്റ് ഉണ്ട്, അതൊക്കെ തന്നെ ഓർഗാനിക് ആണ്. നമ്മുടെ പ്ലാസ്റ്റിക് ഒരു ഇനോർഗാനിക് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ ആണ്. അത് നമുക്ക് എന്താണ് റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ ആണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഒരു രീതിയിൽ നമുക്ക് ഒരു ഓർഗാനിക് വേസ്റ്റ് ആയിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല. 35ലേക്ക് വരുന്നു. വിച്ച് പ്രാക്ടീസ് കോൺട്രിബ്യൂട്ട്സ് ടു ദി റെഡ്യൂസിങ് കാർബൺ ഫുട് പ്രിന്റ്. ഇതിൽ കാർബൺ ഫുട് പ്രിന്റ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന പ്രാക്ടീസ്, അതായത് കാർബൺ എമിഷൻ ആണ്. ഇപ്പൊ നമ്മൾ വാഹനം ഉപയോഗിക്കുന്നതോടൊക്കെ തന്നെയാണ് കാർബൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ കൂടുതൽ വാഹനം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ കാർബൺ എമിഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം? യൂസിങ് ഫോസിൽ ഫ്യൂൽസ് എക്സ്റ്റെൻസീവ്ലി, അതായത് ഫോസിൽ ഫ്യൂൽസ് അധികം യൂസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ മരങ്ങൾ നശിപ്പിക്കുന്നതാണോ, കാർപൂളിംഗ് ആൻഡ് യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ഇൻഡസ്ട്രിയലൈസേഷൻ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കാർപൂളിംഗ് ആൻഡ് യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ്. അതായത് നമ്മൾ എന്താണ് സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് 70 ആൾക്കാർക്ക് 70 വണ്ടിയിൽ പോകുന്നതിനേക്കാളും നല്ലത് 70 പേരും കൂടെ ഒരു ബസ്സിൽ പോവുകയാണെങ്കിൽ അത്രയും കാർബൺ എമിഷൻ കുറയും. അത് തന്നെയാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഗ്യാസ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ദി ഗ്രീൻ ഹൗസ് എഫക്ട്. ഇതിൽ ഏത് ഗ്യാസ് ആണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് ഏറ്റവും കൂടുതൽ
പ്രൈമറി സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ പ്രൈമറി റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കുന്നത്. ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹീലിയം ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുകയാണ് ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലെങ്കിൽ ഒരു പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസ് തന്നെയാണ് ഇക്കൂട്ടത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. 37-ാം ചോദ്യം നോക്കുക. ബയോ എനർജി എന്ന് പറഞ്ഞ ടേം ഉണ്ടായത് എങ്ങനെയാണ്? സൺലൈറ്റിൽ നിന്നുള്ള എനർജി ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിലൂടെയാണോ, വിൻഡിൽ നിന്നാണോ, വാട്ടറിൽ നിന്നാണോ, ബയോമാസിൽ നിന്നാണോ? അപ്പൊ ബയോമാസ് നമുക്ക് എന്താ എന്നറിയാലോ, ആനിമൽ അതുപോലെ പ്ലാന്റ് ബിലോങ്ങിങ്സും കാര്യങ്ങളൊക്കെയാണ്. അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന എനർജി തന്നെയാണ് ബയോ എനർജി എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ കണ്ടില്ല, ബയോമാസ് ഇസ് ദി റൈറ്റ് ആൻസർ. 38-ാം ചോദ്യം നോക്കുക. ദ പ്രൈമറി കോസ് ഓഫ് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ ഇൻ റീസെന്റ് ഇയേഴ്സ്, അതായത് ഈ അടുത്ത കാലഘട്ടങ്ങളിലെ ജന്തുക്കളുടെ നാശത്തിനുള്ള പ്രധാനപ്പെട്ട പ്രൈമറി കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള എന്താണ്, ഭൂമികുലുക്കം, പ്രളയം പോലുള്ള കാര്യങ്ങളാണോ? ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പൊല്യൂഷൻ ഉണ്ടാവുന്നു, ഒരുപാട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, യുദ്ധങ്ങൾ ഉണ്ടാവുന്നു, അതാണോ? അല്ലെങ്കിൽ മീറ്റിയോർ ഇമ്പാക്ട്സ്, അതായത് ഉൽക്ക മറ്റുള്ളവ ഭൂമിയിൽ വന്ന് പതിക്കുന്നതാണോ? അല്ലെങ്കിൽ വോൾക്കാനിക് എറപ്ഷൻസ് എന്നുള്ളതാണോ? അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണോ? റൈറ്റ് ആൻസർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെയാണ്. മനുഷ്യൻ ഈ എൻവയോൺമെന്റിനെ വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് വലിയൊരു ശതമാനവും ട്രീറ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. 39-ാം ചോദ്യത്തിലേക്ക് വരികയാണ്. വിച്ച് ടേം റെഫേഴ്സ് ടു ദി വെറൈറ്റി ഓഫ് ലൈഫ് ഇൻ എ പെർട്ടിക്കുലർ ഹാബിറ്ററ്റ് ഓർ എക്കോസിസ്റ്റം? അതായത് വെറൈറ്റി ഓഫ് സ്പീഷീസ് ഒരു പെർട്ടിക്കുലർ ഹാബിറ്ററ്റിൽ അല്ലെങ്കിൽ ഒറ്റ എക്കോസിസ്റ്റത്തിൽ നിലകൊള്ളുകയാണെങ്കിൽ അല്ലെങ്കിൽ കോ എക്സിസ്റ്റ് ചെയ്യണം, അതിനെ നമ്മൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുകയോ, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണോ, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ആണോ, അല്ലെങ്കിൽ ബയോ ഡൈവേഴ്സിറ്റി ആണോ? ഇവിടെ ജന്തുക്കളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ജന്തുക്കൾ ഒരു എക്കോസിസ്റ്റത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പൊ അത് ബയോ ഡൈവേഴ്സിറ്റി എന്ന് വേണം നമ്മൾ വിളിക്കാൻ. ഓക്കെ, അതാ ഇവിടെ റൈറ്റ് ആൻസർ കാണാം, ബയോ ഡൈവേഴ്സിറ്റി ആണ് റൈറ്റ് ആൻസർ. 40-ാം ചോദ്യം. വിച്ച് റിന്യൂവബിൾ എനർജി സോഴ്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി എർത്ത്സ് ഇന്റേണൽ ഹീറ്റ്? അതായത് ഭൂമിയുടെ അകത്തുള്ള, നമുക്കറിയാം ഭൂമിയുടെ കോറിൽ വലിയ ഒരു ഹീറ്റ് ഉണ്ട്, സൂര്യന്റെ ഉപരിതലത്തിലുള്ള ഹീറ്റിന്റെ അത്ര തന്നെ ഹീറ്റ് അത് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തരം എനർജി സോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിന്യൂവബിൾ എനർജി ഉണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? സോളാർ എനർജി ആണോ, വിൻഡ് എനർജി ആണോ, ജിയോ തെർമൽ എനർജി ആണോ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണോ? സോളാർ എനർജി എന്ന് പറയുമ്പോൾ സൂര്യനിൽ നിന്ന് പുറത്തു നിന്ന് നമുക്ക് വരുന്ന എനർജിയാണ്. നമ്മളത് സോളാർ പാനൽസും മറ്റും ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നു. വിൻഡ് എനർജി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാണ്. വിൻഡ് ഉള്ളതനുസരിച്ച് നമ്മൾ വിൻഡ് മിൽസ് ഉപയോഗിച്ചിട്ട് അതിന് ടർബൈൻസ് കറങ്ങിയിട്ടൊക്കെ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്നു. ജിയോ തെർമൽ എനർജി ആണ് റൈറ്റ് ആൻസർ. അത് ഞാൻ പറയാം. പിന്നെ വരുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ്. അത് നമുക്കറിയാം ജലം ഉപയോഗിച്ചിട്ടുണ്ട്, ഡാമും ഒക്കെ തന്നെ ജലത്തിന്റെ ഒരു ഫോഴ്സിലൂടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പവർ ആണ്. അപ്പൊ ജിയോ തെർമൽ എനർജി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? സോഴ്സ് ഡിറൈവ്ഡ് ഫ്രം ദി എർത്ത്സ് ഇന്റേണൽ ഹീറ്റ് ഇൻക്ലൂഡിംഗ് നാച്ചുറൽ ഹീറ്റ്, സ്റ്റീം ആൻഡ് ഹോട്ട് വാട്ടർ. പറയാം, ഇത്തരത്തിലൊരു നീരാവി ഫോമിൽ വളരെ ഹീറ്റ് ഭൂമിയുടെ അകത്ത് നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നതിനാണ് നമ്മൾ ജിയോ തെർമൽ എനർജി എന്ന് വിളിക്കുന്നത്. 41-ലേക്ക് വരികയാണെങ്കിൽ വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ക്യോട്ടോ പ്രോട്ടോകോൾ? എന്തായിരുന്നു ക്യോട്ടോ പ്രോട്ടോകോൾ? ജപ്പാനിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ്. അവിടെ വെച്ച് നടന്ന പ്രോട്ടോകോളിന്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? ടു പ്രൊമോട്ട് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ടു കോമ്പാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ, ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ, അതുപോലെ തന്നെ ടു റെഗുലേറ്റ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ തന്നെയാണ് റൈറ്റ് ആൻസർ. കാരണം നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസ് നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നു. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോൾ നടത്തിയിട്ട് ഒരുപാട് റെഗുലേഷൻസ് മുന്നോട്ട് വെച്ചിട്ട് യുഎന്റെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളും ആ ഒരു റൂൾസ് ഫോളോ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറച്ചു കൊണ്ടുവരാം എന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. 42-ാം ചോദ്യത്തിലേക്ക് വരുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രാക്ടീസസ് ഈസ് മോസ്റ്റ് ബെനിഫിഷ്യൽ ഫോർ സോയിൽ കൺസർവേഷൻ? അതായത് മണ്ണിനെ നമ്മൾ സംരക്ഷിക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് കൂട്ടത്തിൽ ഏതാണ്? ഓവർ ഗ്രേസിംഗ് ബൈ ലൈഫ് സ്റ്റോക്ക്, അതായത് നമ്മളെ ആടുമാടുകൾ കൂടുതൽ പുല്ല് ഭക്ഷിക്കുന്നത് നമ്മുടെ സോയിൽ കൺസർവേഷന് നല്ലതാണോ? ഒരിക്കലും അല്ല. കാരണം എന്താണ്? മണ്ണിന് ഉറപ്പുണ്ടാവില്ല, വേരുകൾ ഉണ്ടാകുമ്പോഴാണ് മണ്ണ് ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ സോയിൽ ഇറോഷൻ ആണ് അത് കാരണമാവുക. ബി നോക്കുക, ഡീഫോറസ്റ്റേഷൻ ഫോർ അർബൻ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. അതായത് നമ്മൾ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് അവിടെ നഗരവൽക്കരണം നടത്തുമ്പോഴും മണ്ണിന് നല്ലതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒരു കാരണവശാലും മണ്ണിന് നല്ലതല്ല. കാരണം അത് കെമിക്കൽസ് ഒരുപാട് ഉപയോഗിക്കുമ്പോൾ അത് ആവശ്യത്തിലധികം അതിന്റെ അളവ് മാറിയപ്പോൾ തന്നെ ആ മണ്ണിന് അത് വളരെ മോശമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്രോപ്പ് റൊട്ടേഷൻ ആൻഡ് കോണ്ടോർ പ്ലോയിങ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു പ്രദേശം നമ്മൾ കൃഷി നടത്തുന്ന സമയത്ത് ഒരേ രീതിയിലുള്ള കൃഷികൾ തന്നെ നടത്താതെ ഓരോ സീസണിലും നമ്മൾ ക്രോപ്സിന്റെ, അതായത് വിളവുകൾ അല്ലെങ്കിൽ ചെടികൾ മാറ്റി, ഒരു ടൈം നെല്ലാണെങ്കിൽ മറ്റൊരു ടൈം കോൺ, അങ്ങനെ എന്തെങ്കിലും കറക്റ്റ് ആ ഒരു അറ്റ്മോസ്ഫിയറിനും അതുപോലെ ക്ലൈമറ്റിനും ലാൻഡ്സ്കേപ്പിനും ചെയ്യുന്ന രീതിയിലുള്ള മറ്റ് കൃഷികളിലേക്ക് കടക്കുക എന്നുള്ള കാര്യമാണ്. അതുപോലെ കോണ്ടർ പ്ലോവിംഗ് പോലുള്ളത് മണ്ണിനെ കൂട്ടിക്കുഴച്ച് കൂടുതൽ മിനറൽസ് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക തുടങ്ങിയതൊക്കെയാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ ദ ഫിനോമിനൻ ഓഫ് എൽ നിനോ പ്രൈമർലി എഫക്ട്സ്. എൽ നിനോ എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളിൽ ചില വർഷങ്ങൾക്കിടയിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് അതിന്റെ ഫിനോമിനൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിന്റെ എഫക്ട് എന്നാണ്? എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ആണോ? അല്ലെങ്കിൽ ഓഷ്യനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ ഇൻ ദി പസഫിക് ഓഷ്യൻ, ദ മൂവ്മെന്റ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്സ്, ദ ഓസോൺ ലെയർ ഇൻ ദി സ്ട്രാറ്റോസ്ഫിയർ എന്നുള്ളതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്.
ഓഷ്യനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് കണ്ടീഷൻസ് ഇൻ ദി പെസിഫിക് ഓഷ്യൻ. പെസിഫിക് ഓഷ്യനിൽ സംഭവിക്കുന്ന കടലും അതുപോലെ അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട കാറ്റിന്റെ മൂവ്മെന്റ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൺസൂണിനെ വരെ ചിലപ്പോൾ അത് ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വലിയ രീതിയിലുള്ള ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന ഒരു കാര്യമാണ് ഈ എൽ നിനോ എന്ന് പറയുന്നത്. 44-ാം ചോദ്യത്തിലേക്ക് വരുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ സസ്റ്റൈനബിൾ പ്രാക്ടീസ് ഇൻ ഫോറസ്റ്റ് മാനേജ്മെന്റ്. കാടിനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിലുള്ള ഒരു സസ്റ്റൈനബിൾ പ്രാക്ടീസ് എന്താണ്? ക്ലിയർ കട്ടിംഗ് ഉണ്ട്, അതായത് കംപ്ലീറ്റ് ആയിട്ട് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക. സെലക്ടീവ് ലോഗിങ്, അതായത് ചില മരങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നശിപ്പിക്കുക, മറ്റു മരങ്ങൾ അല്ലെങ്കിൽ അവിടെ തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അൺകൺട്രോൾഡ് ബേണിംഗ്, അതായത് തീ പിടിപ്പിക്കുക അല്ലെങ്കിൽ കാട്ടുതീ മൂലം ഉണ്ടാകുന്ന നാശം. അതുപോലെ മോണോകൾച്ചർ പ്ലാന്റേഷൻ എന്നുള്ളതാണ്. ഒരേ തരത്തിലുള്ള ഒരേ രീതിയിൽ ഫോളോ ചെയ്യുന്ന അഗ്രികൾച്ചർ ഫോർമേഷൻ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള മരങ്ങളെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ സെലക്ടീവ് ലോഗിംഗ് ആണ് റൈറ്റ് ആൻസർ. അനാവശ്യം എന്ന് തോന്നുന്ന മരങ്ങളെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് ആവശ്യമുള്ളതിനെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ദ റൈറ്റ് ആൻസർ. 45-ാം ചോദ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ദ മെയിൻ ഗോൾ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് SDG അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്തൊക്കെയാണ്? അപ്പൊ ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഒന്നാണ് റൈറ്റ് ആൻസർ. എൻഹാൻസ് മിലിറ്ററി സെക്യൂരിറ്റി ഗ്ലോബലി, മിലിറ്ററി സെക്യൂരിറ്റി ഭൂമിക്ക് മുഴുവനായിട്ട് ഒരു വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുക. പ്രൊമോട്ട് പ്രോസ്പെരിറ്റി ആൻഡ് പ്രൊട്ടക്ട് ദി എൻവയോൺമെന്റ് എന്നുള്ളതാണ്. പിന്നെ എന്താണ്? ഇൻക്രീസ് ഗ്ലോബൽ ട്രേഡ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, എസ്റ്റാബ്ലിഷ് ന്യൂ വേൾഡ് ഓർഡർ എന്നുള്ളതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് നമുക്കറിയാം ഈ SDG എന്ന് പറയുന്നത് 17 എണ്ണമാണുള്ളത് അജണ്ട 21ന്റെ ഭാഗമായിട്ട്. ആ 17 എണ്ണം നമുക്ക് അച്ചീവ് ചെയ്യണം. അതിൽ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുന്നത്, ഈക്വാലിറ്റി കൊണ്ടുവരുന്നത്, നല്ല എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത്, നല്ല സാനിറ്റേഷൻ കൊണ്ടുവരുന്നത് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ. ലൈഫ് ഓൺ എർത്ത് ഉണ്ട്, ലൈഫ് ഓൺ വാട്ടർ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും മുൻഗണനയിൽ വരുത്തിക്കൊണ്ടാണ് ഈ ഒരു അജണ്ട 21ന്റെ ഈ ഒരു കാര്യം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിലാണ് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വരുന്നത്. സോ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, പ്രോസ്പെരിറ്റി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് കൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 46ലേക്ക് വരികയാണ്. ആസിഡ് റെയിൻ ഈസ് മോസ്റ്റ് ഡയറക്ട്ലി ഡാമേജിങ് ടു, അതായത് ആസിഡ് റെയിൻ പ്രധാനമായിട്ടും എന്തിനാണ് ഡാമേജ് ചെയ്യുന്നത്? ഡെസേർട്ട് എക്കോസിസ്റ്റം ആണോ, അല്ലെങ്കിൽ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ആണോ, ഫോറസ്റ്റ് ആൻഡ് അക്വാറ്റിക് എക്കോസിസ്റ്റം ആണോ, ആർട്ടിക് ഐസ് ക്യാപ്സ് ആണോ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫോറസ്റ്റ് അതുപോലെ അക്വാറ്റിക് എക്കോസിസ്റ്റം ആണ്. കാരണം ഡയറക്റ്റ് ആയിട്ട് ഒരു ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഗതിയിലേക്ക് ഇത് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള എക്കോസിസ്റ്റത്തിനെ, ജന്തുക്കളെ, അവരുടെ ആ ഒരു ബാലൻസിനെ മുഴുവനായിട്ട് അത് ബാധിക്കും. സോ ആസിഡ് റെയിൻ ഏറ്റവും കൂടുതൽ മാരകമാവുന്നത് ഫോറസ്റ്റ് ആൻഡ് അക്വാറ്റിക് എക്കോസിസ്റ്റത്തിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 47. വിച്ച് ഓഫ് ദീസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്? ഇതിൽ തണ്ണീർത്തടങ്ങളുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? ആക്ടിങ് ആസ് എ നാച്ചുറൽ വാട്ടർ ഫിൽറ്റേഴ്സ്, നാച്ചുറലി വാട്ടർ ഫിൽട്ടർ എന്നൊരു കാര്യമായിട്ട് വെറ്റ്ലാൻഡ് നിൽക്കുന്നുണ്ടോ? പ്രൊവൈഡിങ് ഹാബിറ്ററ്റ്സ് ഫോർ വേരിയസ് സ്പീഷീസ്, പലതരത്തിലുള്ള ജന്തുക്കളുടെ ഒരു ഹാബിറ്ററ്റ് ആയി നിലകൊള്ളുന്നുണ്ടോ? കോൺട്രിബ്യൂട്ടിംഗ് ടു ഗ്ലോബൽ വാർമിംഗ്, ഗ്ലോബൽ വാർമിങ്ങിനെ സഹായിക്കുന്നുണ്ടോ? അതുപോലെ ഓപ്ഷൻ ഡി ഓഫറിംഗ് ഫ്ലഡ് പ്രൊട്ടക്ഷൻ, അതായത് പ്രളയത്തെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ഇതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഗ്ലോബൽ വാർമിങ്ങും അതുപോലെ ഈ തണ്ണീർത്തടങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. നമുക്കറിയാം ഗ്ലോബൽ വാർമിങ്ങിന്റെ കാരണം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അല്ലെ. സോ നമുക്ക് 48-ാം ചോദ്യത്തിലേക്ക് വരാം. വിച്ച് റിന്യൂവബിൾ എനർജി സോഴ്സ് പ്രൈമറിലി ഡിപ്പെൻഡ്സ് ഓൺ ദി ഫ്ലോ ഓഫ് വാട്ടർ? ഇതില് ജലത്തിന്റെ മൂവ്മെന്റിനനുസരിച്ച് നിലകൊള്ളുന്ന പ്രൈമറി എനർജി സോഴ്സ് എന്താണ്? സോളാർ എനർജി ആണോ, വിൻഡ് എനർജി ആണോ, ബയോമാസ് എനർജി ആണോ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണോ? റൈറ്റ് ആൻസർ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ് റൈറ്റ് ആൻസർ. അവിടെ ജലത്തിന് മുഴുവനായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് 49-ാം ചോദ്യത്തിലേക്ക് വരാം. അർബൻ ഹീറ്റ് ഐലൻഡ്സ് ആർ മെയിൻലി കോസ്ഡ് ബൈ എന്താണ്? ദ പ്ലാന്റിംഗ് ഓഫ് മോർ ട്രീസ് ഇൻ സിറ്റീസ്, ദ എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് എയർ കണ്ടീഷനിങ്, അതായത് നമ്മൾ AC കൂടുതൽ ഉപയോഗിക്കുന്നതാണോ, ദ മോഡിഫിക്കേഷൻ ഓഫ് ലാൻഡ് സർഫസസ് ആൻഡ് വേസ്റ്റ് ഹീറ്റ് ഫ്രം ബിൽഡിംഗ്സ്, അതുപോലെ ഇൻക്രീസ്ഡ് റെയിൻഫാൾ ഇൻ അർബൻ ഏരിയാസ് എന്നുള്ളതാണ്. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ദ മോഡിഫിക്കേഷൻ ഓഫ് ലാൻഡ് സർഫസസ് ആൻഡ് വേസ്റ്റ് ഹീറ്റ് ഫ്രം ബിൽഡിംഗ്സ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവസാന ചോദ്യത്തിലേക്ക്, ദ 50th ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. മിറ്റിഗേഷൻ എന്ന് പറയുന്ന ടേം, എൻവയോൺമെന്റിനെ പരിഗണിക്കുമ്പോൾ മിറ്റിഗേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇഗ്നോറിംഗ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്, അതായത് പാരിസ്ഥിതികപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കംപ്ലീറ്റ് പാടെ ഒഴിവാക്കുക എന്നുള്ളതാണോ? ഓപ്ഷൻ ബി എക്സാസർബേറ്റിംഗ് ദി ഇമ്പാക്ട്സ് ഓഫ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, അതായത് എൻവയോൺമെന്റൽ പ്രോബ്ലംസിന്റെ ഇമ്പാക്റ്റിനെ കൂടുതൽ എടുത്ത് കാണിക്കുക എന്നുള്ളതാണോ? ടേക്കിംഗ് സ്റ്റെപ്സ് ടു റെഡ്യൂസ് ദി സിവിയറിറ്റി ഓഫ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, അതായത് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഒരുപാടുണ്ടല്ലോ, അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളിലേക്ക് കടക്കുക എന്നുള്ളതാണോ? അല്ലെങ്കിൽ സ്റ്റഡിങ് എൻവയോൺമെന്റൽ ഫിനോമിന വിത്തൗട്ട് ടേക്കിംഗ് ആക്ഷൻ, അതായത് എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഒരുപാട് ഫിനോമിനകൾ പഠിക്കുന്നുണ്ട് ബട്ട് ആക്ഷൻസിലേക്ക് കടക്കുന്നില്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും അത് റെഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്.
സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്കായി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഒട്ടുമിക്കതും ഇതേ ചോദ്യങ്ങൾക്ക് തന്നെയുള്ള വലിയ സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എങ്ങനെ വേണം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ട് തന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ വീഡിയോ കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ലേൺ വൈസിലേക്ക് തിരിച്ചു വരാം. വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ലേൺ വൈസ് എന്ന് പറയുന്നത്. നിലവിൽ 18 കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട്. അതിൽ 10 ഡിഗ്രി കോഴ്സുകളും 8 PG കോഴ്സുകളുമാണ് വരുന്നത്. എല്ലാത്തിന്റെയും ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാം. ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ ഇഗ്നോ അഡ്മിഷൻ എടുക്കുമ്പോൾ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസിനെ സമീപിക്കാം. നമ്മളെ കോൺടാക്ടിനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. 7592939616. കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ഏത് സമയത്തും ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. learnwise.co.com അല്ല .co എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. കൂടാതെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. കാരണം ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ ക്ലാസ്സുകളും അവിടെ അവൈലബിൾ ആണ്. എല്ലാം കണ്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു കണ്ടന്റ് ക്വാളിറ്റി വെരിഫൈ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ട് ഒരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ.